ഇത് തൃപ്പൂണിത്തുറ താമരകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഒരു 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അടുത്തുള്ള മുരക്കാലമന തിരുമേനി അദ്ദേഹം ഓത്തു പഠിക്കുന്നതിനായി ഭാരതപ്പുഴയുടെ തീരത്തുള്ള ചമ്മറോട്ടത്തിനടുത്ത് പോവുകയുണ്ടായി. ഓത്ത് പഠനകാലത്ത് അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്ന സമയം അദ്ദേഹത്തിന് ദീനം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാതെ വരികയും അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ചമ്രോട്ടത്ത് അയ്യപ്പൻ്റെ പരമഭക്തനായ ആ നമ്പൂതിരിക്ക് ചമ്രോട്ടത്ത് അയ്യപ്പനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ. അന്ന് അദ്ദേഹം ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനോട് ഇല്ലത്തേക്ക് മടങ്ങിക്കൊള്ളാനും അദ്ദേഹത്തിന് കൂടെ അയ്യപ്പൻ ഉണ്ടാവുമെന്നും പറഞ്ഞു എന്നുള്ളതാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യപ്രകാരം അദ്ദേഹം നാട്ടിലേക്ക് എത്തുകയും അവരുടെ കുടുംബക്ഷേത്രമായിരുന്ന ഇവിടെ അന്ന് ദേവീക്ഷേത്രമായിരുന്നു എന്നാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത്. ഇവിടുത്തെ കുളത്തിൽ വന്ന് കുളിക്കാനായി നിന്നപ്പോൾ കുളി കഴിഞ്ഞ് കയറി വന്ന സമയം അദ്ദേഹം ചൂടിയിരുന്ന ഓലക്കുട അത് അവിടെ ഉറച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഓലക്കുടയ്ക്ക് പുറത്ത് ഒരു ഗൗളി രൂപത്തിൽ ചമരോട്ടത്തയ്യപ്പൻ സാക്ഷാത് സ്വരൂപനായി ഇവിടെ എത്തി എന്നുള്ളതാണ് ഐതിഹ്യം. അദ്ദേഹത്തിന് ആ സാന്നിധ്യം മനസ്സിലാവുകയും ഇവിടെ ശ്രീധർമ്മശാസ്താവിന് ക്ഷേത്രം പണിയുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവരില്ലാത്ത ആളുകൾ ഭഗവാന്റെ നൈവേദ്യങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ട് നേരിടുകയും ഈ ക്ഷേത്രത്തിൻ്റെ താക്കോൽ അന്നത്തെ പട്ടോല മേനോൻ എന്ന അറിയപ്പെടുന്ന ഇവിടുത്തെ ഒരു പൗവത്തിൽ അച്യുതമേനോന്റെ അടുത്ത് എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം അന്നത്തെ കൊച്ചി മഹാരാജാവിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ കൊച്ചി മഹാരാജാവിന് ക്ഷേത്രം അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അന്ന് തന്നെ ഭഗവാന്റെ നിത്യദാനം നടത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അന്ന് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിലെ പ്രധാന ആർക്കിടെക്റ്റായിരുന്ന ഈശ്വരവാര്യരോട് അദ്ദേഹത്തോട് തന്നെയാണ് ഈ ക്ഷേത്രം പൂർണ്ണമായ രീതിയിൽ പണിയെടുപ്പിക്കാൻ അന്നത്തെ കൊച്ചി മഹാരാജാവ് ആജ്ഞ ചെയ്തത്. അതുപ്രകാരം ഈശ്വരവാര്യർ ഈ ക്ഷേത്രം പണിയുകയും ഇവിടെ അടുത്തുള്ള ചെറുകറപ്പറമ്പ് മഠം എന്ന അവിടുത്തെ അനന്തരമ്പ്രാന്തിരിയെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായിട്ട് അവരോധിക്കുകയും ചെയ്തു. കുട്ടികൾ കളിക്കാൻ വരും അത്ര ഇവിടെ. അങ്ങനെ കളിക്കാൻ വന്ന സമയത്ത് അന്നത്തെ കുട്ടികൾ, ഇന്ന് ഞങ്ങളുടെയൊക്കെ കാരണവന്മാരാണ്, അന്നത്തെ കുട്ടികൾ ഇവിടെ കളിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് എന്തുകൊണ്ട് നമ്മുടെ ശാസ്താവിന് ഒരു ഉത്സവം ഉണ്ടായിക്കൂടാ. അങ്ങനെ ഒരു ദിവസത്തെ ഉത്സവം എന്ന രീതിയിൽ 1953 ഇവിടെ മകരവിളക്ക് മഹോത്സവം എന്ന രീതിയിൽ ഒരു ദിവസത്തെ ഉത്സവം ആയിട്ട് തുടങ്ങുന്നത്. അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു മകരവിളക്ക് ആഘോഷ കമ്മിറ്റി പോലെ എല്ലാ വർഷവും ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് 60കളുടെ ആരംഭത്തിൽ അതുപോലെ സ്ഥിരം സമിതി വേണം, ഒരു ബാലസമിതിയാണ് ഇവിടെ ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് 62-63 കാലഘട്ടത്തിലാണ് താമരകുളങ്ങര അയ്യപ്പ സേവാ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമാവുകയും 1967 അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 1979 ആയപ്പോഴത്തേക്കും മേൽശാന്തി മരണപ്പെടുകയും ശാന്തി മാറ്റം വരികയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1980 ജനുവരി 20, 18, 19, 20 ദിവസങ്ങളിലായിട്ട് ഇവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയുണ്ടായി. ഈ ദേവപ്രശ്നത്തിൻ്റെ പ്രശ്നചാർട്ട് പ്രകാരമാണ് 81 മുതൽ ഈ ക്ഷേത്രത്തിൽ കോടിയേറി ഉത്സവം 6 ദിവസം 5 ഹസായിട്ട് കോടിയേറി ഉത്സവം നടന്നു തുടങ്ങിയത്.
1981 ആദ്യത്തെ കൊടിയേറി ഉത്സവം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. പിന്നീട് പത്മശ്രീ പത്മവിഭൂഷണൊക്കെ ലഭിച്ച അമ്മന്നൂർ മാധവ ചാക്യാരുടെ 4 ദിവസത്തെ കൂത്ത്, മൂന്നാനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, മേളമൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായ രീതിയിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ 1991 സ്ഥിരമായൊരു ധ്വജപ്രതിഷ്ഠ നടത്തുകയും അതിനുശേഷം നടപ്പുര പണിയുകയും ചെയ്തു. 96 തൊട്ടുള്ള മകരവിളക്ക് അതികേമമായിട്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2001 കാലഘട്ടത്തിലാണ് ഭഗവാൻ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിൽ, അന്നൊക്കെ ഓടുമേഞ്ഞതാണ്, ഇന്ന് കാണുന്ന ക്ഷേത്രം പോലെയല്ല, അന്നെല്ലാം ഓടുമേഞ്ഞതാണ്, ശ്രീകോവിൽ ചെമ്പോല മേയുകയും അതിനുശേഷം തൊട്ടടുത്ത വർഷം തന്നെ നമസ്കാര മണ്ഡപം ചെമ്പോല മേയുകയും 2006 ആണ് ക്ഷേത്ര ചുറ്റമ്പലം ചെമ്പോല മേയുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് താമരല അയ്യപ്പ സേവാ സമിതി എത്തിച്ചേരുന്നതും ഭഗവാന്റെ നിർലോഭമായ അനുഗ്രഹവും ഭക്തജനങ്ങളുടെ അഗൈതവുമായ സഹകരണം കൊണ്ട് അന്നത്തെ കാലത്ത് ഏകദേശം 40 ലക്ഷത്തോളം രൂപ പിരിച്ചും പലിശരഹിത വായ്പയായി മേടിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം മുഴുവൻ ചെമ്പോല, അതിന് നിലമ്പൂര് ചെന്ന് ലേലത്തിൽ തേക്ക് മേടിച്ച് ആ തേക്ക് പട്ടികയാക്കി അടിച്ചിട്ടാണ്, അതിന് മേളിലാണ് ചെമ്പോല ഇവിടെ ചെയ്തിരിക്കുന്നത്. 2009 ക്ഷേത്രത്തിന് പുറകുവശമുള്ള ഒരു 7 സെന്റ് സ്ഥലം സമിതി മേടിക്കുകയും 2011 പത്മശ്രീ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയും കൂടിയായ ഭരത് സുരേഷ് ഗോപി അദ്ദേഹം ഉദ്ഘാടനം നടത്തുകയും ചെയ്ത ഊട്ടുപുരയാണ് ക്ഷേത്രത്തിന് പുറകിലുള്ളത്.